ഹലോ ഡിയേഴ്സ്, ഇന്ന് വളരെ രുചികരവും ആരോഗ്യപ്രദവുമായ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. മുരിങ്ങയില ചേർത്തുള്ള ഒരു പലഹാരമാണിത്. മുരിങ്ങയിലയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസും വിറ്റമിൻസും മിനറൽസും ധാരാളം അടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുണ്ട്. വളരെയധികം പോഷക ഗുണങ്ങളുള്ള ഈ മുരിങ്ങയില നമ്മളുടെ കറികളിലോ അല്ലെങ്കിൽ പലഹാരത്തിലോ ഉൾപ്പെടുത്തി കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് ഈ പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 മീഡിയം വലിപ്പത്തിലുള്ള സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു മീഡിയം വലിപ്പത്തിലുള്ള ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർക്കാം. അടുത്തതായി ഞാൻ ചേർത്തത് ഒരു പച്ചമുളക് പൊടിയായി അരിഞ്ഞതും 1/2 ടീസ്പൂൺ ചോപ്പ് ചെയ്ത വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ ചോപ്പ് ചെയ്ത ഇഞ്ചിയുമാണ്. അത് ഈ വീഡിയോയിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ കൈകൊണ്ട് തിരുമ്മി കുഴക്കണം. നന്നായിട്ട് ഞെരടി ഈ വെജിറ്റബിൾ എല്ലാം നല്ല സോഫ്റ്റ് ആവുന്നത് വരെ ഞെരടി കുഴക്കുക. നല്ലതുപോലെ ഞെരടി കുഴച്ച് സോഫ്റ്റ് ആവുന്നത് വരെ കുഴച്ചതിന് ശേഷം മാറ്റി വയ്ക്കുക. ഞാനിവിടെ 1.25 കപ്പ് കുതിർത്തിയ കടല എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് കടല കുതിർത്തി എടുത്തതാണ്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം. കൂടുതൽ വെള്ളം ഒഴിക്കരുത്. നമുക്ക് ഇത് കട്ടിയായിട്ടാണ് അരച്ചെടുക്കേണ്ടത്. ഇപ്പോൾ 1/2 കപ്പ് വെള്ളം മതിയാകും. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാനത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കണം നമ്മൾ കടല അരച്ചെടുത്താൽ ഇരിക്കേണ്ടത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പൊടിയായി അരിഞ്ഞ മല്ലിയില ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ചേർക്കേണ്ടത് അരിപ്പൊടിയാണ്. ഞാൻ 4 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ടുള്ള അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതായത് നല്ല നിറച്ച് അളന്നെടുക്കണം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർക്കണം. എന്നിട്ട് കൈകൊണ്ട് നല്ലതുപോലെ കുഴച്ചെടുക്കാം. കുഴച്ച് കഴിഞ്ഞാൽ ഉരുട്ടിയെടുക്കാൻ പാകത്തിനായിരിക്കണം ഈ മാവിൻ്റെ ലൂസ്. അപ്പോൾ നമുക്കിതൊന്ന് നല്ലതുപോലെ കുഴച്ചെടുക്കാം. അതുപോലെ ഈ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് എൻ്റെ അടുത്ത വീഡിയോയും ഉറപ്പുവരുത്തുക. അപ്പോൾ മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് മുരിങ്ങയിലയാണ് എടുത്തിരിക്കുന്നത്. മുരിങ്ങയില ചേർത്ത് ഈ മാവുമായിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കണം. മുരിങ്ങയില അവിടെ ഇവിടെയായിട്ട് കട്ട പിടിച്ചിരിക്കാതെ നല്ലതുപോലെ കുഴച്ചെടുക്കുക. അല്ലെങ്കിൽ കുറേശ്ശെ മുരിങ്ങയില ചേർത്ത് കുഴക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇപ്പം ഞാനത് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കി ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ഫ്രൈങ് പാനിൽ എണ്ണ ഒഴിച്ച് നല്ലതുപോലെ ചൂടായിരിക്കുകയാണ്. ഹൈ ഫ്ലെയിമിലാണ് എണ്ണ ചൂടാക്കിയതെങ്കിൽ അത് മീഡിയം ഹീറ്റിലോട്ട് മാറ്റിയതിന് ശേഷം ഓരോ ഉരുളകളും ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഹീറ്റിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. മുങ്ങിക്കിടക്കാത്തത് കൊണ്ട് ഉരുളകളുടെ മുകളിലേക്ക് ഒരു സ്പൂൺ കൊണ്ട് എണ്ണ കോരി ഒഴിച്ച് കൊടുക്കാം. ഇതുപോലെ ചെയ്തെടുത്താൽ നമുക്ക് കുറച്ച് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് എണ്ണ കൊണ്ട് നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. 2-2.5 മിനിറ്റൊക്കെ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്പൂൺ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് എല്ലാ സൈഡും നല്ലതുപോലെ മൊരിയുന്നത് വരെ തിരിച്ചിട്ട് കൊടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. നമ്മുടെ ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. ചായക്കൊപ്പം കഴിക്കാൻ വളരെ നല്ലൊരു പലഹാരമാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാൻ നല്ലതാണ്. മുരിങ്ങയില ചേർത്തിട്ടുള്ളത് കൊണ്ട് വളരെ ഹെൽത്തിയുമാണ്. വീടുകളിൽ മുരിങ്ങ ഉള്ളവരാണെങ്കിൽ അതിൻ്റെ എല്ലാ ദിവസവും നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിക്കാം. കറികളിലോ പലഹാരത്തിലോ ചേർത്ത് നമുക്ക് ഉപയോഗിക്കാം. ഇഡ്ഡലി മാവിലും അതുപോലെ
ഊത്തപ്പത്തിലൊക്കെ നമുക്ക് മുരിങ്ങയില ചേർത്ത് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.